ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൗത്ത് അൾസർ എന്ന വിഷയത്തെ പറ്റിയാണ്. അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, എങ്ങനെ നമുക്കതിനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് മൗത്ത് അൾസർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് മൗത്ത് അൾസർ? മൗത്ത് അൾസർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിലോ കവിളിന്റെ ഉൾഭാഗത്തോ തൊണ്ണുഭാഗങ്ങളിലോ ഒക്കെ ഉണ്ടാകുന്ന പുണ്ണിനെയാണ് നമ്മൾ മൗത്ത് അൾസർ എന്ന് പറയുന്നത്. അത് എല്ലാ ഭാഗങ്ങളിലും വരാനായിട്ട് ഇടയുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് റിക്കർ ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ ഒരു മാസത്തിൽ തന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇങ്ങനെ ഒക്കെ വരുന്ന ആളുകളുമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഉത്തരം പോഷകാഹാരങ്ങളുടെ കുറവ് എന്നുള്ളതാണ്. വൈറ്റമിൻ B12, ഫോളേറ്റ്, അയൺ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ കുറവ്, അല്ലെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ, ദഹന വ്യവസ്ഥ ശരിയായിട്ട് നടക്കുന്നില്ല എന്നുള്ളതായിരിക്കാം. ഇൻഫ്ലമേഷൻ, ശരീരത്തിൽ വീക്കമുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രതിരോധ ശേഷി കുറയുമ്പോഴും ഇതുപോലെ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ദഹന പ്രശ്നങ്ങളാണ്. നമ്മുടെ ഒരു ചിന്ത എന്താന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിൽ ഏറ്റവും അധികം പോഷകങ്ങൾ, ദഹന പ്രക്രിയ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഡൈജഷൻ നടക്കുന്നുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ആഗിരണം നടക്കുന്നത് നമ്മുടെ കുടൽ ഭാഗത്താണ്. ഈ കുടലുകളിലുള്ള ആഗിരണം ശരിയാവുന്നതോടുകൂടെ 70% നമ്മുടെ മറ്റ് കാര്യങ്ങൾ, എല്ലാ രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി അതിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പൊ ഗട്ടിന്റെ ആരോഗ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ, ആഗിരണം ശരിയായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ആദ്യത്തേത് പോഷകാഹാരക്കുറവാണ് ഞാൻ പറഞ്ഞത്. അതിൽ വരുന്നതാണ് വൈറ്റമിൻ B12, അയൺ, സിങ്ക്, ഫോളിക് ആസിഡ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇത് നമുക്ക് വേണമെങ്കിൽ സപ്ലിമെന്റ് ചെയ്യാം. എന്തെങ്കിലും കുറവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെയൊക്കെ സപ്ലിമെന്റുകൾ കൊടുക്കാം. ഈ സപ്ലിമെന്റുകൾ കൊടുത്തിട്ടും പേഷ്യന്റ് ശരിയാവുന്നില്ല എങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു ആഗിരണം നമ്മുടെ കുടലിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് എടുക്കേണ്ടത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ്, നമ്മുടെ ശരീരത്തിലെ വീക്കം. അതിന് പ്രധാന കാരണങ്ങൾ നമ്മുടെ വയറിലുണ്ടാകുന്ന ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അൾസറേറ്റീവ് കോളൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, ഇതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ പെടുന്നതാണ്. ഇങ്ങനെ ഒരു അവസ്ഥ, അതായത് അടിക്കടി വയറിളക്കം, വയറ് അസ്വസ്ഥത, വയറിൽ ഗ്യാസ്, ഇങ്ങനെയാണ് അതിന്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ പേഷ്യന്റിന് പോസിറ്റീവ് ആണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള അലർജി ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വയറ് ശരിയല്ലാത്തതുകൊണ്ട് തന്നെ മൗത്ത് അൾസർ കാണിക്കുന്നു. ഇനി നമ്മുടെ കുടലിന്റെ ഇതേപോലത്തെ ഒരു അലർജിയാണ് സീലിയാക് ഡിസീസ് എന്ന് പറയുന്നത്. അതും ഒരു ഗ്ലൂട്ടന്റെ അലർജി കൊണ്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, ഓട്ടോഇമ്യൂൺ കണ്ടീഷനാണ് സീലിയാക് ഡിസീസ് എന്നുള്ളത്. ഇത് ഉണ്ടെങ്കിലും നമ്മുടെ ശരിയായിട്ടുള്ള ആഗിരണം നടക്കാതെ വരികയും നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും തുടർന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മൗത്ത് അൾസർ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രതിരോധ ശേഷി കുറയുമ്പോൾ നമുക്ക് മൗത്ത് അൾസർ ഉണ്ടാകാം. തിരിച്ചും മൗത്ത് അൾസർ അടിക്കടി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നു എന്ന് മനസ്സിലാക്കാം. പല കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ അലർജിക് ഡിസീസസ്, അതായത് അലർജി കൊണ്ട് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലൊക്കെ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുറേ നാളുകളായിട്ട് പോഷകാഹാരങ്ങളുടെ കുറവ്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി കൊണ്ടും നമുക്ക് ഇമ്മ്യൂണിറ്റി ഡൗൺ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു മൗത്ത് അൾസർ ഉണ്ടാകാനുള്ള സാധ്യതകളിലെ ഏറ്റവും കോമൺ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതൊന്നും അല്ലാതെ നോക്കുകയാണെങ്കിൽ ഉറക്കക്കുറവ്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉറക്കം കിട്ടാതെ വരുന്ന അവസ്ഥ, മാനസിക സമ്മർദ്ദം, അതേപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസസ്. പിന്നെ നമ്മുടെ വായുടെ എടുത്തു നോക്കുകയാണെങ്കിൽ വായിക്ക് എന്താണ് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ടൂത്ത് ബ്രഷ് കട്ടിയുള്ളത് ഉപയോഗിച്ച് അവിടെ എവിടെയും പൊട്ടുക, തട്ടുക. പിന്നെ പല്ലിന് കംപ്ലൈന്റ് ഉണ്ടായിട്ട് മൂർച്ചയുള്ള ഭാഗങ്ങൾ വന്ന് തട്ടുക. അടിക്കടി പല്ലും കവിളും അല്ലെങ്കിൽ നാവും തമ്മിൽ എന്താ പറയാ കടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ വായിൽ ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ. പിന്നെ നമ്മുടെ ഒരു ശരിയല്ലാത്ത ഭക്ഷണ രീതികൾ, ആൽക്കഹോൾ, മദ്യപാനത്തിന്റെ ഒക്കെ ഉപയോഗം, പിന്നെ പാൻ ചവയ്ക്കുന്ന ആളുകൾ, അതേപോലെ ഡ്രഗ്സ് അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർ, ഇവരുടെയൊക്കെ വായിൽ ഈ പറഞ്ഞ പോലെ പുണ്ണുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് എങ്ങനെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഗട്ടിലെ നല്ല ബാക്ടീരിയാസ് ശ്രദ്ധിക്കണം. ഗട്ടിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഈ കുടലിൽ ആഗിരണം നടക്കുന്നു. ഈ ആഗിരണം നടക്കാൻ ആവശ്യമുള്ള
ആവശ്യമുള്ള ബാക്ടീരിയാസിനെ നമ്മൾ നശിപ്പിക്കാതിരിക്കുക. അതിൽ ഉണ്ടാവുന്നത് പലതരത്തിലുള്ള മെഡിസിൻസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ നല്ല ബാക്ടീരിയയെ നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ആവശ്യമില്ലാത്ത മെഡിസിൻസ് ഉപയോഗിക്കാതിരിക്കുക. നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ വൈറ്റമിൻ B12 തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു പെയിൻ കില്ലർ പോലെയുള്ള സാധനങ്ങളാണ് നമ്മുടെ നല്ല ബാക്ടീരിയയെ നശിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം അത് കുറയ്ക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ബാക്ടീരിയ ഉണ്ടാകാനായിട്ട് പ്രോബയോട്ടിക് ഭക്ഷണങ്ങളായ തൈര്, മോര് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫൈബർ കൂടിയ കോളിഫ്ലവർ പോലെയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ പ്രോസസ്ഡ് ഫുഡ്സ്, അതായത് എന്താ പറയുക, ഉപ്പ് കൂടുതൽ, മധുരം കൂടുതൽ, ബേക്കറി പലഹാരങ്ങൾ ഇതൊക്കെ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല മദ്യപാനം, ഇങ്ങനത്തെയുള്ള മോശമായിട്ടുള്ള ട്യൂബാക്കോ അടങ്ങിയ പിന്നെ സ്മോക്കിങ് ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഉറക്കം കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ടൂത്ത് ബ്രഷ് സോഫ്റ്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാമല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്, അടിക്കടി നമുക്ക് റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ നല്ല ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉറക്കം കറക്റ്റ് ചെയ്യുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് എക്സർസൈസ്, യോഗ എന്നിവ ശീലിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രവണത കുറഞ്ഞു വരുന്നു. ഇനി നമ്മൾ എപ്പോഴാണ് ഇത് ഡോക്ടറെ കാണിക്കേണ്ടത്? പ്രധാനമായിട്ടും നമുക്ക് ഒരു 2 ആഴ്ചക്കുള്ളിൽ സാധാരണയായിട്ട് മൗത്ത് അൾസർ മാറി വരാറുണ്ട്. ഈ 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് മൗത്ത് അൾസർ മാറുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡെഫിഷ്യൻസി ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. അപ്പോൾ അതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും പുണ്ണ് മാറുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം. പുണ്ണില് മഞ്ഞപ്പ്, വളരെ മോശമായിട്ടുള്ള ഒരു വായുടെ മണം ഒക്കെ മോശമായിട്ട് വരുന്നു, ഒരു പസ്സിന്റെ മണം, അങ്ങനെയൊക്കെയുള്ള കഫത്തിന്റെ മണമൊക്കെ വായിന്ന് വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണം. വേറെ പല കോംപ്ലിക്കേഷൻസിലേക്കും ഇത് പോകാനായിട്ട് ഇടയുണ്ട്. അതേപോലെ തന്നെ റിക്കർ ചെയ്യുക, അതായത് ഈ മാസം വന്നു, മരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ വൈറ്റമിൻ B12 എടുത്തു, ശരിയായി, അടുത്ത മാസം വീണ്ടും അതുപോലെ തന്നെ വീണ്ടും എടുക്കേണ്ട ഒരവസ്ഥ, അത് നമ്മുടെ ശരീരത്തിൽ ശരിയായിട്ടുള്ള ആഗിരണം നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഒരവസ്ഥ കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണിക്കണം. പിന്നെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ, ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് കൊണ്ടാണ് നമുക്ക് മൗത്തിൽ, വായിൽ അൾസർ വരുന്നെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനായിട്ട്, അത് ശരിയായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പോലും, അതായത് വായ നമ്മുടെ ആരോഗ്യത്തെ കാണിക്കുന്നു. നമ്മുടെ വയറിന്റെ കണ്ണാടിയാണ്, അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ് നമ്മുടെ വായ. അപ്പോൾ വായിലെ പ്രശ്നങ്ങളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്